നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് മൂല നക്ഷത്രക്കാരുടെ 2026 എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 7ലും 8ലുമായിട്ടാണ് വരുന്നത്. ശനി 4ലും രാഹു 3ലും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഈ വർഷം പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രവർത്തന മേഖല വിപുലീകരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുരംഗത്ത് സക്രിയമാകാനും ആദരവുകളൊക്കെ നേടാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് നാട്ടിലും വിദേശത്തുമൊക്കെ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നും കൃഷി, വാടക ഇത്യാദികളുടെ ആദായം ലഭിക്കുന്നതാണ്. കൂട്ടു ബിസിനസ്സിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഉപജാപം, ദുഷ്പ്രേരണകൾ എന്നിവയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പുതിയ വീട് വെക്കാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. 4ാം ഭാവത്തിൽ ശനിയാണ്. കണ്ടകശനി കാലമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും കാലതാമസം ഉണ്ടാകുന്നതാണ്. വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പ്രണയാനുഭവങ്ങളൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാം. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. 3ാം ഭാവത്തിലെ രാഹു കടബാധ്യതകൾ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളും രൂപപ്പെടുത്തുന്നതാണ്. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭം, മേടം, ഇടവം, ചിങ്ങം, കന്നി, തുലാം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണപ്രദമാണ്. വർഷത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ആരോഗ്യപരമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മൂലനക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ 2ാം പകുതിയിൽ ധനലാഭം ഉണ്ടാകുന്നതാണ്. വീട്, വാഹന യോഗം എന്നീ ഗുണാനുഭവങ്ങളും 2ാം പകുതിക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മൂലനക്ഷത്രക്കാരുടെ ദശാകാലത്തെ ഒന്ന് പരിഗണിക്കാം. മൂലനക്ഷത്രക്കാർ കേതുർദശയിലാണ് ജനിക്കുക. ഏകദേശം 3 വയസ്സുവരെ കേതുർദശ എന്ന പരിഗണനയിൽ മുന്നോട്ട് പോകാം. ഏകദേശം 23 വയസ്സുവരെ ശുക്രദശ, ഏകദേശം 29 വയസ്സുവരെ സൂര്യദശ, ഏകദേശം 39 വയസ്സുവരെ ചന്ദ്രദശ, ശേഷം ഏകദേശം 46 വയസ്സുവരെ ചൊവ്വദശ, ശേഷം ഏകദേശം 64 വയസ്സുവരെ രാഹുദശ, അതിനുശേഷം ഏകദേശം 80 വയസ്സുവരെ വ്യാഴദശ. 2026 ശുക്രദശ, ചന്ദ്രദശ, രാഹുർദശ എന്നീ ദശാകാലങ്ങളുള്ള മൂലനക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റു ദശാകാലങ്ങളുള്ളവർ നിർബന്ധമായിട്ടും ദോഷപരിഹാരത്തെ ചെയ്യുക. എല്ലാ മൂലനക്ഷത്രക്കാർക്കും 2026 വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.